ഈ ആയുർവേദം സയന്റിഫിക് അല്ല എന്ന് പറയുന്നു. WHO അല്ല, ആ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന വലിയൊരു കാര്യമാണ്. 3000 കൊല്ലത്തിന് മുമ്പ് എവിടെ നിന്നോ അവിടെ നിന്നിട്ടുള്ളൂ. അത് അവർ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ സയന്റിഫിക് അല്ല എന്ന് പറയുമ്പോൾ WHO ക്രൈറ്റീരിയ ഉണ്ട് ട്രഡീഷണൽ മെഡിസിൻസിനെ സംബന്ധിച്ച്. സേഫ്റ്റി ആൻഡ് എഫിക്കസി, ദീർഘകാലം ഉപയോഗിച്ച് അത് സേഫ് ആണെങ്കിലും അത് എഫിക്കസി ആണെങ്കിലും അത് സയന്റിഫിക് ആണെന്ന് തന്നെയാണ് WHO പറയുന്നത്. അതുകൊണ്ട് സയന്റിഫിക് അല്ല എന്ന് പറയുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ക്ലിനിക്കൽ ട്രയലിനെ കുറിച്ച് ക്ലിനിക്കൽ ട്രയൽ നടക്കുന്നുണ്ട്. പുതിയ മെഡിസിൻസ് എല്ലാം ക്ലിനിക്കൽ ട്രയലോട് കൂടി തന്നെയാണ് വരുന്നത്. ആയുർവേദ മെഡിസിനോ? അതെ. ഇന്ത്യയിൽ 30 ആയുർവേദ ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് സെൻട്രൽ കൗൺസിൽ ഓഫ് റിസർച്ചിന്റെ കീഴിൽ. അതിൽ 8 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഇത്രയും സ്ഥലങ്ങളിലും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സെന്ററുകളിലും എല്ലാം ഇപ്പോൾ റിസർച്ച് നടക്കുന്നുണ്ട്. ഇന്ന് പുതിയൊരു ഔഷധം ഇറക്കണമെങ്കിൽ ഡ്രഗ്സ് കൺട്രോളിന്റെ നിയമങ്ങളുണ്ട്. അത് ക്ലിനിക്കൽ ട്രയൽ നടത്തിയിട്ട് തന്നെ ചെയ്യാവൂ. അതുകൊണ്ട് ശാസ്ത്രീയമല്ല എന്ന് പറയരുത്. അന്നത്തെ കാലത്തെ ശാസ്ത്രീയതയുണ്ട്, ഇന്ന് അതിന്റെ എഫിക്കസി തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ പേപ്പറുകളുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്.